എല്ലാ വർഷവും മെയ് 21 ഇൻ്റർനാഷണൽ ടീ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ടീയെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ലായിരുന്നു. 1870 കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഭാരതത്തിലേക്ക് ആദ്യമായിട്ട് ചായ എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം കയറി വരുന്നത്. അതും പരീക്ഷണാർത്ഥം തണുപ്പുള്ള സ്ഥലങ്ങളായ ഭാരതത്തിൻ്റെ ഡാർജിലിംഗ്, ആസാം എന്നീ മേഖലകളിൽ പരീക്ഷണാർത്ഥം ഇവർ വിജയിച്ചെടുക്കുകയും പിന്നീട് അത് കേരളത്തിലെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നീട് അത് വികസിപ്പിച്ചെടുക്കുകയും കേരളത്തിലും ഭാരതത്തിൻ്റെ മറ്റ് സ്റ്റേറ്റുകളിലേക്കുമൊക്കെ ഇതിൻ്റെ വ്യാപനം നടക്കുകയായിരുന്നു. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ചായ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തെ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ ചായ പീടികകൾ നമുക്ക് കാണാൻ സാധിക്കും, ചായക്കടകൾ നമുക്ക് കാണുവാൻ സാധിക്കും, തേയിലത്തോട്ടങ്ങൾ കാണുവാൻ സാധിക്കും. ഞാൻ മൂന്നാറിലൂടെയൊക്കെ കടന്നു പോകുന്ന അവസരങ്ങളിൽ മനോഹരമായ ദൃശ്യഭംഗികളാണ് എങ്ങും നമുക്ക് തേയിലത്തോട്ടങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ദൃശ്യഭംഗികളാണ് മൂന്നാർ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് വിദേശികളൊക്കെ മൂന്നാർ എന്ന് പറയുന്ന ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു വരുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. മൂന്നാറിൻ്റെ ഭംഗി മുഴുവനും അടങ്ങിയിരിക്കുന്നത് ഈ തേയിലത്തോട്ടങ്ങളിലാണ്. അത് എന്നും നമുക്ക് അഭിമാനിക്കുവാൻ വക നൽകുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ സൂക്ഷിക്കാം.